ഹായ് ഫ്രണ്ട്സ്, സോനു ഫാബ്രിക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കിച്ചൺ കബോർഡിൻ്റെ വർക്കാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ മുന്നേ ഒരു കിച്ചൺ കബോർഡ് പ്ലൈവുഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് പഴക്കമുള്ളതാണ്. അപ്പോൾ അത് പൊളിച്ച് മാറ്റിയിട്ടാണ് നമ്മൾ അലുമിനിയം ഫാബ്രിക്കേഷനിൽ ഇവിടെ കിച്ചൺ കബോർഡ് ചെയ്യുന്നത്. അപ്പോൾ കിച്ചണിലൊക്കെ നമ്മൾ വുഡിൻ്റെ മെറ്റീരിയൽസ് ഇട്ടിട്ട് കിച്ചൺ കബോർഡ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഈർപ്പം വരുന്ന ഭാഗങ്ങളിലൊക്കെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും. അപ്പോൾ ഇതിൻ്റെ ഫ്രെയിം, ഡോറ് എല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനി ഇവിടെ കിച്ചണിൽ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു കട്ട്ലറിയും ഒരു പ്ലേറ്റിൻ്റെ ഡ്രോവറും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ബോക്സ് ടൈപ്പ് ആക്കിയിട്ട് തന്നെ ഷോപ്പിൽ നിന്ന് സെറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്കുള്ള എല്ലാ ഫ്രെയിമും ഒന്ന് നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഗ്രാനൈറ്റ് രണ്ട് സൈഡിലും ഒരു 3 ഇഞ്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. പക്ഷേ ബാക്ക് സൈഡിൽ നമുക്ക് വെറും 1 ഇഞ്ച് 1.25 ഇഞ്ചോളം മാത്രമാണ് പുറത്തേക്ക് തള്ളി വരുന്നത്. അപ്പോൾ അവിടുത്തെ ഫ്രെയിമിനെ നമ്മൾ ഉള്ളിലേക്കായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഡോറ് പുറത്തേക്ക് വരുന്ന രീതിയിൽ ഫ്രെയിമിനെ മാത്രം ഉള്ളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഗ്യാസിൻ്റെ സിലിണ്ടർ വരുന്ന ഭാഗത്തെ ഫ്രെയിമാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഡബിൾ ഡോർ ആയിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രെയിമിൻ്റെ സെറ്റിങ് കംപ്ലീറ്റ് ഇവിടെ കഴിഞ്ഞ് അപ്പോൾ ആംഗിളെല്ലാം വെച്ച് നമ്മൾ ഫ്രെയിം ഫുള്ളായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രെയിം ഫിറ്റ് ചെയ്യുന്ന വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡോറ് സെറ്റ് ചെയ്യാണ് ഇതിൽ. അപ്പോൾ നമ്മുടെ ഇവിടെ ഫസ്റ്റ് വരുന്ന ഭാഗത്ത് തന്നെ നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊരു തട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റിൽ തന്നെ നമ്മളൊരു ഡബിൾ ഡോറാണ് കൊടുക്കുന്നത്. അതിൻ്റെ തൊട്ട് സിങ്ക് വരുന്ന ഭാഗത്തും ഡബിൾ ഡോറായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഷീറ്റ് ക്രോസ് ബോണ്ടിൻ്റെ തന്നെ ഗാലക്സി എന്ന് പറയുന്ന ഒരു ഷീറ്റ് വുഡ് ഫിനിഷിങ്ങിലാണ് ഇതിൻ്റെ ഫ്രെയിമും ഷീറ്റും എല്ലാം വരുന്നത്. ഇപ്പോൾ നമ്മളെ ഫ്രെയിമുകളിലെല്ലാം നമ്മൾ ചെയ്യുന്ന സ്ഥിരം മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഇഞ്ചസ് വരുന്ന ഭാഗങ്ങളിലെല്ലാം നമ്മൾ വുഡിൻ്റെ റീപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ ഇഞ്ചസിന്ന് ആർക്ക് 19 സ്റ്റാർ സ്ക്രൂവാണ് ഇതിൽ ഡോറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ കിച്ചൺ കബോർഡിൻ്റെ 1-2 വർക്കുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണാവുന്നതാണ്. പിന്നെ ഈ വർക്കിൻ്റെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വർക്കിൻ്റെ റേറ്റ് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ കമൻറ്റിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ റേറ്റ് വരാറ്. അപ്പോൾ റേറ്റ് കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഈ ഡോറിൻ്റെ 2 സൈഡിൽ ഭിത്തി കാണുന്ന ഭാഗത്ത് ഓരോ ഫിക്സഡും കൂടി വരുന്നുണ്ട്.
അപ്പോൾ ഈ എൽ ടൈപ്പ് വരുന്ന ഭാഗത്ത് നമുക്കൊരു തട്ടും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ACP ഷീറ്റ് ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ തട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡോറിൻ്റെ വർക്കൊക്കെ ഇപ്പോൾ ഇവിടെ ഫിനിഷിങ് ആയിരിക്കുകയാണ്. ഇനി ഇതിൽ ഓരോ ഹാൻഡിലും എല്ലാ ഡോറിലും മാഗ്നറ്റും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇനി ഇവിടെ റിപ്പീറ്റ് ചെയ്യണില്ല. നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷിങ് ആവുകയാണ്. അപ്പോൾ ഈ വീഡിയോസിൽ നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ചുമയും തൊണ്ടവേദനയൊക്കെ ആയിട്ട് സൗണ്ടെല്ലാം പോയി കിടക്കുകയാണ്. അപ്പോൾ സൗണ്ട് ക്ലിയർ ആകാത്ത കാരണം കൊണ്ടാണ് നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. എല്ലാവരും അതിന് ക്ഷമിക്കണം. ഇപ്പോൾ സംസാരിക്കാൻ കഴിയാത്ത കാരണം കൊണ്ട് വർക്ക് എല്ലാവരും കണ്ട് തന്നെ മനസ്സിലാക്കണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത കുറച്ച് വർക്കുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് സൗണ്ടൊക്കെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോഴത്തിന് സൗണ്ടൊക്കെ ക്ലിയർ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ ഫുള്ളായിട്ട് ഫിനിഷിങ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് ചെയ്തത് നമുക്ക് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്രെയിം ചെയ്തിരിക്കുന്നത് 1.25 സ്ക്വയറാണ്. പിന്നെ ഇതിൻ്റെ ഡോറ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തത് നമ്മൾ ജെ ഫ്രെയിമിലാണ്. പിന്നെ ഇതിൻ്റെ ഹിഞ്ചസ് വരുന്നത് സ്ലീക്ക് കമ്പനിയുടെ ഹിഞ്ചസാണ്. പിന്നെ നമ്മൾ സിങ്ക് വരുന്ന ഭാഗത്തും ഗ്യാസ് സിലിണ്ടർ വരുന്ന ഭാഗത്തും വരെ കിച്ചൻ ജാളി കൊടുത്തിട്ടുണ്ട്. അതായത് എയർ പാസ് ചെയ്യാനുള്ള നെറ്റ്. പിന്നെ ഇതിൽ ചെറിയ ഓരോ മാഗ്നറ്റും നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വർക്ക് എല്ലാവരും ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അമ്മാതിരി ഫാബ്രിക്കേഷൻ വർക്ക് പഠിക്കുന്ന ആളുകൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം വർക്കുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വർക്കുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.